പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സംഘർഷം തീർന്നിട്ടില്ല. പാകിസ്ഥാൻ ആക്രമിച്ചു, തിരിച്ചടിക്കും, അതിഭീകരമായി തിരിച്ചടിക്കുമെന്ന് അഫ്ഗാൻ പറയുന്നു. അതിനിടയ്ക്ക് അഫ്ഗാനിസ്ഥാനും ഇറാനും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായി വരുന്നു എന്ന് കേൾക്കുന്നു. അതെ, അത് കുറച്ച് ഗൗരവമുള്ള പ്രശ്നമാണ്. ഈ പ്രശ്നം കഴിഞ്ഞ കൊല്ലം മെയ്യിൽ രണ്ടുപേരും തമ്മിൽ അതിർത്തിയിൽ തല്ലുണ്ടായിട്ട് 5-6 പേര് കൊല്ലപ്പെടുകയൊക്കെ ചെയ്തിരുന്നു. ഇത് താലിബാൻ സർക്കാർ അഫ്ഗാനിസ്ഥാനിലെ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ജല ഉടമ്പടി ലംഘിച്ചിട്ട് അഫ്ഗാനിസ്ഥാൻ ഇറാനിലേക്ക് ഒഴുകുന്ന പുഴകളിൽ പുതുതായി അണക്കെട്ടുകൾ പണിയുന്നു. അതാണ് രണ്ടുപേരും തമ്മിലുള്ള ഈ സംഘർഷത്തിൻ്റെ ഇപ്പോഴത്തെ കാരണം. പക്ഷേ ഈ ആരോപണം അഫ്ഗാനിസ്ഥാൻ തള്ളിയിട്ടുണ്ട്. ഇത് രണ്ടുപേരും കൂടി പങ്കിടേണ്ട നദീജലം എന്നാണ് പൊതുവായിട്ടുള്ള ആശയം. പക്ഷേ ഹെറാത്ത് പ്രവിശ്യയിൽ പഴ്സ്ദൻ ഡാം എന്ന് പറഞ്ഞ അണക്കെട്ട് ഇപ്പോൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പണിത് വെള്ളം പണി തീർത്തിട്ട് വെള്ളം നിറച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന്. പിന്നെ ഫറ എന്ന് പറഞ്ഞ നദിയിൽ 2 ഡാം കൂടി പണിയുന്നു പുതിയതായിട്ട്. നമ്മളും മറ്റേ ചൈനയും തമ്മിൽ അരുണാചൽ ഭാഗത്ത് ഡാം പണിയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡാം ചൈന പണിയുന്നുണ്ട്. ഒരു സംഘർഷം ആ അതിർത്തിയിലും നടക്കുന്നുണ്ട്. അപ്പോൾ പഴ്സ്ദാൻ എന്ന് പറയുന്ന ഡാം കൊറോക്ക് എന്ന് പറഞ്ഞ പുഴയിലാണ്. അപ്പോൾ പല പുഴകളും പല ഡാമുകളും ഇഷ്യൂ ആണ് രണ്ട് രാജ്യങ്ങളും തമ്മിൽ. പഴ്സ്ദാൻ എന്ന് പറയുന്നത് കൊറോക്ക് നദിയിലാണ്. അതിൽ വെള്ളം നിറയ്ക്കുന്ന പ്രക്രിയ തുടങ്ങി. ഫറ നദിയിൽ തന്നെ ബക്ഷാബാദ് എന്ന് പറഞ്ഞ ഡാം പണി നടക്കുന്നുണ്ട്. പിന്നെ കാച്ച് സമത്ത് എന്ന് പറഞ്ഞൊരു ഡാം പണി ഉടനെ തുടങ്ങും. ഇതൊക്കെ റെഡിയായിട്ട് നിൽക്കുകയാണ്. അഫ്ഗാനിസ്ഥാൻ പറയുന്നത് കുറേ വർഷത്തെ ഭീകരത കാരണം, യുദ്ധം കാരണം ഈ പാടങ്ങളൊക്കെ വറ്റിവരണ്ടു പോയി. തൊഴിലില്ലായ്മ, യുവാക്കൾക്ക് തൊഴിലില്ലാതെയും പോയി. ഞങ്ങൾക്ക് ഇനി പാടങ്ങളൊക്കെ നനച്ചെടുക്കണം, കൃഷിയൊക്കെ ചെയ്യണം, അതല്ലാതെ വേറെ വഴിയില്ല എന്നാണ് അവരുടെ ന്യായം. ഈ ഡാമുകൾ കനാലുകൾ വഴി ജലസേചനത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് പണിയുന്നതെന്നാണ് പറയുന്നത്. അഫ്ഗാനിസ്ഥാനിൽ നീണ്ട ജലക്ഷാമം പരിഹരിക്കേണ്ട കാര്യമുണ്ട്, ഭീകരത അവസാനിപ്പിക്കേണ്ട കാര്യമുണ്ട്. അത് നടക്കുന്ന കാര്യമല്ല. ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ ഭീകരത അവസാനിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഗൾഫ് രാജ്യങ്ങൾ ഒഴികെ പ്രത്യയശാസ്ത്രത്തിന് നിരക്കില്ല. അപ്പോൾ ഇറാൻ പറയുന്നത് ഈ ഡാമുകൾ ഇപ്പോൾ പണിതിരിക്കുന്നത്, പണിയാൻ പോകുന്നത് ഉഭയകക്ഷി കരാറുകൾക്ക് വിരുദ്ധമാണ് എന്നാണ്. ഇറാന്റെ ജലാവകാശത്തിൻ്റെ ലംഘനമാണ്. അപ്പോൾ ഇറാൻ വക്താവ് ഇസ്മയിൽ ബാഗൈ പറഞ്ഞു, ഇറാനിലേക്കുള്ള ഒഴുക്കിൻ്റെ തടസ്സങ്ങൾ നീക്കിത്തരണം, അല്ലെങ്കിൽ ഞങ്ങൾ നടപടികൾ സ്വീകരിക്കും എന്ന് പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിൽ ഉടമ്പടി ഇല്ല എന്നാണ് അഫ്ഗാനിസ്ഥാൻ്റെ വാദം. ഒരു ഉടമ്പടിയും ഇല്ല. ഹരി റോദ് ഫറ നദികളുമായി ബന്ധപ്പെട്ട് ഒരു ഉടമ്പടിയില്ല എന്നവർ പറയുന്നു. പക്ഷേ ഹെറാത്ത് എക്സ്പെർട്ട് കൗൺസിലിൻ്റെ ചീഫ് മുഹമ്മദ് റഫീഖ്, ആ പ്രവിശ്യയിലെ മുഹമ്മദ് റഫീഖ് ഷഹീർ പറയുന്നു, യുദ്ധം ഞങ്ങൾ നശിപ്പിച്ചു, ഇനി സമാധാനം കൊണ്ടുവന്ന് തൊഴിലില്ലായ്മ അവസാനിപ്പിക്കേണ്ടതുണ്ട്, ഭക്ഷ്യസുരക്ഷ കൈവരിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ കൊല്ലം മെയ്യിൽ ഈ സംഘർഷം ഉണ്ടായി. ഈ ഹെൽമാന്ദ് നദി, അത് വേറെ നദി, അവിടെ 621 മൈൽ അതിൻ്റെ തീരമുണ്ട്. തെക്ക് കിഴക്കൻ ഇറാനിലെ പാടങ്ങളൊക്കെ നനയ്ക്കുന്നത് ഈ നദിയിൽ നിന്നുള്ള വെള്ളം കൊണ്ടാണ്. 2022-ലും 2023-ലും ഇറാനിലെ 8.5 കോടി മനുഷ്യരെ ഇത് ബാധിച്ചിരുന്നു. വെള്ളം കിട്ടാതെ വരണ്ടുണങ്ങി പാടങ്ങളൊക്കെ. പിന്നെ ഈ സിസ്താൻ ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞ് ഇറാനിലൊരു പ്രവിശ്യയുണ്ട്, സിസ്താൻ ബലൂചിസ്ഥാൻ. അതെ, ആ പ്രദേശം മുഴുവൻ വരൾച്ചയിൽ ആണ്ടുപോയി. അപ്പോൾ താലിബാൻ ഭരണകൂടത്തിന് ഇതുവരെ ഇറാൻ അംഗീകരിച്ചിട്ടില്ല
അംഗീകരിക്കുന്ന പ്രശ്നവും ഇല്ല. ഉം. ഒരു സുന്നി ഭരണകൂടത്തിന് ഷിയ ഭരണകൂടം അംഗീകരിക്കേണ്ട ആവശ്യമില്ല. അഫ്ഗാനിസ്ഥാനിൽ 10 മുതൽ 15% വരെ ഷിയാകളുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ബേസ് റൂട്ട് കോസ് അതാണ്. ഇറാൻ ഷിയ ആണ്, താലിബാൻ അഫ്ഗാനിസ്ഥാൻ സുന്നിയാണ്, കുറച്ച് പഷ്തൂണുകളും ഉണ്ട്. ഉം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഹെൽമാന്ദ് നദിയിൽ 40കളിലും 50കളിലും 2 ഡാമുകൾ അഫ്ഗാനിസ്ഥാൻ പണിതിരുന്നു. അതും ഇറാൻ ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ അന്ന് മുതൽ തന്നെ ഒരു സംഘർഷം നിൽക്കുന്നുണ്ട്. അന്ന് പണിതാണ് ഈ കജാക്കി എന്ന് പറഞ്ഞ ഡാമും ഗ്രിഷ് എന്ന് പറഞ്ഞ ഡാമും. 1973 ഒരു ഉടമ്പടി 2 രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ചു. അഫ്ഗാനിസ്ഥാൻ അത് ലംഘിച്ചു. 2021 ഫെബ്രുവരിയിൽ ഈ 1973 ഉടമ്പടിയുടെ പേരും കൂടി പറഞ്ഞിട്ട് വേറൊരു ഉടമ്പടി കൂടി ഒപ്പിട്ടു. ഇതൊക്കെ നടന്നിട്ടുള്ളത് ഉണ്ടാക്കി. 2021 ശേഷം ഹെൽമാന്ദ് ഡാംസ് അപ്ഗ്രേഡ് ചെയ്തു. അഫ്ഗാനിസ്ഥാൻ റീബിൽഡ് ചെയ്തു, പുതിയ ഡാമുകളും പണിയുന്നു. പിന്നെ കമാൽ ഖാൻ ഡാം എന്ന് പറഞ്ഞ് വേറൊരു ഡാമും ഇപ്പോൾ പണി തുടങ്ങിയിട്ടുണ്ട്. ഇതാണ്, അതായത് ഇറാനിൽ വരൾച്ച, അഫ്ഗാനിസ്ഥാനിൽ ഭാവിയിലെ യുദ്ധങ്ങളെല്ലാം ജലത്തിന് വേണ്ടിയായിരിക്കും എന്ന് പൊതുവെ പറയാറുണ്ട്. അപ്പോൾ ജലത്തിന് വേണ്ടി അഫ്ഗാനിസ്ഥാനും ഇറാനും ഷിയകളും സുന്നികളും തമ്മിൽ ഒരു യുദ്ധം ഇന്ത്യയുടെ അടുത്ത് നടക്കാം. അതെ, പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ഇപ്പോൾ യുദ്ധത്തിലാണ്. നിരന്തരം ഏറ്റുമുട്ടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ പാകിസ്ഥാൻ അവിടുന്ന് ഇറാൻ, ഇതിനെയൊക്കെ അതിജീവിക്കാൻ അഫ്ഗാനിസ്ഥാന് കഴിയുമോ? അഫ്ഗാനിസ്ഥാന് പ്രയാസമായിരിക്കും. കാരണം അതിൻ്റെ സേന ഇറാൻ്റെ സേനയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല. പാകിസ്ഥാനുമായിട്ട് നോക്കുമ്പോഴും ഒന്നുമല്ല. കാരണം അതിന് വ്യോമസേനയോ നാവികസേനയോ ഒന്നുമില്ല. അവർക്ക് പിന്നെ ചെയ്യാവുന്നുള്ളത് ചാവേറുകളായിട്ട് പോയി പൊട്ടിത്തെറിക്കാം. അതെ, അതിലാണ് അവർക്ക് പരിശീലനം ഉള്ളത്. ഭീകര ഈ താലിബാന്റെ രീതിയിൽ ഈ പറഞ്ഞ പോലെ ചാവേർ പരിപാടികളൊക്കെ നനച്ചിരിക്കാതെ പല സ്ഥലത്തും പോയിട്ടൊക്കെ ചെയ്യാം. പക്ഷെ ഇറാൻ വളരെ ദുർബലമാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്നാലും അവിടുത്തെ ആർമിയൊക്കെ നല്ലതാണ്. അഫ്ഗാനിസ്ഥാനുമായിട്ടൊക്കെ നോക്കുമ്പോൾ ബെറ്ററാണ്. അതെ, പക്ഷെ ഒരു കാര്യം ചെയ്യാം, അഫ്ഗാനിസ്ഥാനെ പടക്കോപ്പുകൾ അണിയിക്കാം വേറെ ആരെങ്കിലും ഇറാൻ വിരുദ്ധ ഷിയ വിരുദ്ധ ശക്തികൾക്കൊക്കെ. ഇന്ത്യ ഇറാൻ വിരുദ്ധരല്ല. അതല്ല, ഇന്ത്യക്ക് ഈ പറയുന്ന അതാണ്. ഇതൊക്കെ പറയുമ്പോഴും നമ്മളിവിടെ ഇരുന്ന് ഇറാനെ കുറ്റമൊക്കെ പറയുന്നുണ്ട്. ഷിയ ഇസ്രയേലിൻ്റെ കാര്യത്തിൽ ഇസ്രയേലിൻ്റെ പക്ഷമാണ് നമ്മളെങ്കിലുമൊക്കെ. ഇന്ത്യക്ക് ഇസ്രയേലുമായി ഇത്രയും ബന്ധമുള്ളപ്പോൾ ഇസ്രയേലിന് നമ്മൾ ആയുധങ്ങൾ കൊടുക്കുമ്പോൾ ഇസ്രയേലിനെ പിന്തുണയ്ക്കുമ്പോൾ തന്നെ ഇന്ത്യക്ക് ഇറാനുമായും നല്ല ബന്ധമാണ്. നമുക്ക് അവിടെ ഒരു തുറമുഖമുണ്ട്. ഇല്ല, നമുക്ക് താലിബാനുമായിട്ട് നല്ല ബന്ധമാണ്. അപ്പം ചാബഹാർ പോർട്ട് തന്നെ ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാനെ സഹായിക്കാൻ കൂടി വേണ്ടിയാ. അതെ, അങ്ങോട്ട് സാധനങ്ങൾ എത്തിക്കാനും അതെ. ഇവിടെ പലരൊക്കെ പറയും മോദി ഇങ്ങനെ പ്രധാനമന്ത്രിയായിട്ട് ലോകം ചുറ്റി നടക്കുകയാണെന്ന്. അതുകൊണ്ടാണ് ഇതൊക്കെ സാധിക്കുന്നത്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുമായും വളരെ നല്ല ബന്ധങ്ങൾ. മോദിയുടെ ഒരു വിളിയിൽ, ഒരാവശ്യത്തിൽ അവർ വഴങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത് ഈ യാത്രകളിലൂടെയാണ്. നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി 2 ആഴ്ച മുമ്പ് പോയിരുന്നല്ലോ കാബൂളിൽ. അതെ, താലിബാനുമായിട്ടൊക്കെ ചർച്ചയും ചെയ്തു. അതെ. അപ്പോൾ യാത്രകൾ, എന്തിനു പ്രധാനമന്ത്രി യാത്ര ചെയ്യുന്നു എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് ഒന്നെങ്കിൽ ബോധമില്ല, അല്ലെങ്കിൽ അവർക്ക് അറിയാം, പക്ഷെ പറയാൻ ബുദ്ധിമുട്ടാണ്. വെറുതെ ബഹളം വെച്ചുകൊണ്ടേ ഇരിക്കണം. ഒരുപാട് വർഷങ്ങൾ പോകാതിരുന്ന സ്ഥലത്തേക്കൊക്കെയാണ് നയതന്ത്രവും 49 വർഷവും മറ്റുമായി ഖത്തറിൽ പോയത്. കുവൈറ്റിൽ പോകുന്നു. അപ്പോൾ ലോകത്തെമ്പാടും ചെല്ലുന്നിടത്തൊക്കെ രാജകീയമായ സ്വീകരണമാണ് നരേന്ദ്രമോദിക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ അറിയേണ്ടത് ഈ അഫ്ഗാനിസ്ഥാനും ഇറാനും തമ്മിലൊരു സംഘർഷം ഉണ്ടാകുമോ എന്നത് ഇപ്പോൾ ലോകം നോക്കുകയാണ്. നദീജല തർക്കങ്ങൾ യുദ്ധത്തിലേക്ക് അങ്ങനെ പോയിട്ടില്ല. അതുകൊണ്ട് ഒരു പക്ഷേ ചിലപ്പോൾ അതിർത്തി തർക്കങ്ങളും മറ്റേ കൊലപാതകങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഇപ്പൊ കൂടുതൽ ഡാമുകൾ വരുന്നുണ്ട് അവിടെ. അല്ല, അവിടെയൊക്കെ ഈ വരൾച്ച ഭൂമിയല്ലേ, വെള്ളത്തിന് വലിയ ക്ഷാമമാണ്. വെള്ളം ബംഗ്ലാദേശിൽ തന്നെ ഇന്ത്യ 4 ഡാം അടച്ചാൽ ബംഗ്ലാദേശ് വെള്ളം കുടിക്കാതെ ചാവും. ഇന്ത്യ 4 ഡാം മറ്റേ പഞ്ചാബിനെ സഹായിക്കാനായിട്ട് പാകിസ്ഥാനുള്ള വെള്ളം മറ്റേ രവി നദിയിലൊക്കെ നമ്മൾ ഡാം കൺസ്ട്രക്ഷൻ ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, കുറെ കാലം മാറ്റിവെച്ചതോ. അതെ, അല്ല, ഞാൻ പറഞ്ഞു വന്നത് ഇന്ത്യ ഒരു 4 ഡാം അങ്ങ് അടച്ചാൽ ബംഗ്ലാദേശ് വെള്ളം കുടിക്കാതെ ചാകും. ഇന്ത്യ 4 ഡാം
കൂടുതൽ തുറന്നു വെച്ചാൽ ബംഗ്ലാദേശ് വെള്ളം കുടിച്ചും ചാകും. അതെ, അങ്ങനത്തെ അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ കയ്യിൽ ഒരു പിടി നമ്മുടെ കയ്യിൽ നിർണായകമായിട്ടുണ്ട് പല രാജ്യങ്ങളുടെ കാര്യത്തിൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.